ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. അനുഗ്രഹിക്കപ്പെട്ട ഈ സന്ധ്യയെങ്കിൽ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിലുള്ള സ്നേഹവന്ദനത്തെ അറിയിക്കട്ടെ. ഇന്ന് അല്പസമയം ചിന്തിക്കാമെന്ന് ദൈവത്തിൽ പ്രത്യാശിക്കുന്ന തിരുവചനം 1 യോഹന്നാൻ 5-ാം അധ്യായത്തിൻ്റെ 14-ാമത്തെ വാക്യം. അവൻ്റെ ഇഷ്ടപ്രകാരം നാം എന്തെങ്കിലും അപേക്ഷിച്ചാൽ അവൻ നമ്മുടെ അപേക്ഷ കേൾക്കുന്നു എന്നുള്ളത് നമുക്ക് അവനോടുള്ള ധൈര്യമാകുന്നു. അപ്പോൾ പ്രാർത്ഥിക്കേണ്ടത് എങ്ങനെയാണെന്നുള്ളതാണ്. ദൈവഹിതപ്രകാരം നമ്മൾ പ്രാർത്ഥിക്കണം. ദൈവസന്നിധിയിൽ അറിയിച്ച് പ്രാർത്ഥിക്കുന്ന വിഷയം ദൈവഹിതമാണോ എന്ന് ആദ്യം പരിശോധിക്കണം. ദൈവനാമം മഹത്വപ്പെടുന്നതും ദൈവഹിതമല്ലാത്തതായ പ്രാർത്ഥനകൾക്ക് മറുപടി ലഭിക്കുകയില്ല. ദൈവനാമം മഹത്വപ്പെടുവാനായിരിക്കണം നമ്മൾ പ്രാർത്ഥിക്കുന്നത്. അതുപോലെ യേശുവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിക്കണം. യോഹന്നാൻ എഴുതിയ സുവിശേഷം 14-ാം അധ്യായത്തിൻ്റെ 13-14 വാക്യം വായിക്കുമ്പോൾ നമുക്കത് കാണുവാനായിട്ട് സാധിക്കും. നിങ്ങൾ എൻ്റെ നാമത്തിൽ അപേക്ഷിക്കുന്നതൊക്കെയും പിതാവ് പുത്രനിൽ മഹത്വപ്പെടേണ്ടതിന് ഞാൻ ചെയ്തു തരും. നിങ്ങൾ എൻ്റെ നാമത്തിൽ എന്നോട് അപേക്ഷിക്കുന്നതൊക്കെയും ഞാൻ ചെയ്തു തരും. പ്രാർത്ഥനകളുടെ മറുപടികളും അനുഗ്രഹങ്ങളുമെല്ലാം ക്രിസ്തുയേശുവിൽ കൂടിയാണ് ലഭിക്കുന്നത്. അതുകൊണ്ട് യേശുവിൻ നാമത്തിൽ പ്രാർത്ഥിക്കണം. ഇങ്ങനെ സന്ധ്യയാമത്തിൽ ഈ 2 വചനം ധ്യാനിപ്പാൻ ദൈവം നമ്മളെ സഹായിച്ചല്ലോ. പ്രാർത്ഥന നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും അത്യാവശ്യമുള്ള കാര്യമാണ്. അപ്പോൾ വചനപ്രകാരം പ്രാർത്ഥിക്കണം. ദൈവം അതിനായി നമ്മളെ സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എൻ്റെ വാക്കുകളെ ചുരുക്കുന്നു. എല്ലാവരെയും ദൈവം സഹായിക്കുമാറാകട്ടെ. പ്രാർത്ഥനയ്ക്കുത്തരം നൽകുന്നോനേ, നിന്റെ സന്നിധിയിൽ ഞാൻ വരുന്നേ. സ്വർഗീയാനുഗ്രഹഭാണ്ഡാരത്തിൽ വാതിൽ തുറക്കണമേ. കേൾക്കണേ എൻ പ്രാർത്ഥന, നൽകണേ എൻ യാചന. കേൾക്കണേ എൻ പ്രാർത്ഥന, നൽകണേ എൻ യാചന. ഹല്ലേലൂയ. നന്ദി കർത്താവേ, സ്തുതിക്കുന്ന കർത്താവേ, കരുണയുള്ള നാഥാ, സ്വർഗീയ പിതാവേ, ഈ അനുഗ്രഹിക്കപ്പെട്ട സന്ധ്യയുടെ യാമത്തിനായിട്ട് ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. അപ്പാ, അങ്ങയുടെ പാദപീഠത്തിലോട്ടൊന്ന് ചാർന്ന് വരുവാൻ ഒരു സന്ധ്യയുടെ ദാനം തന്നല്ലോ. പകലിൻ്റെ യാമം മുഴുവനും ഞങ്ങളെ കാത്തു സൂക്ഷിച്ച് പരിപാലിച്ചു പോയ സ്ഥാനത്ത് വന്ന സ്ഥാനത്തൊക്കെ ആ തിരുസാന്നിധ്യം അനുഭവിപ്പാൻ ഞങ്ങളെ സഹായിച്ചു. നന്ദിയോടെ സ്തോത്രം, സ്തോത്രം, സ്തോത്രം കർത്താവേ. ഈ അനുഗ്രഹിക്കപ്പെട്ട സന്ധ്യയിൽ നന്ദിയോടെ ദൈവപാദപീഠത്തിലായിരിക്കാൻ സഹായിച്ചു. വീണ്ടും ഈ രാത്രികാലം നല്ല ഉറക്കവും ആശ്വാസവും തരണമേ. ശരീരാത്മതകളെ ബലപ്പെടുത്തണേ. ക്ഷീണവും ഭാരവും മാറ്റണമേ. സമാധാനത്തോടെ സ്വർഗത്തിലെ കാഴ്ച കണ്ട് കിടന്നുറങ്ങുവാൻ ഞങ്ങളെ സഹായിക്കണമേ. ഞങ്ങളെയും ഞങ്ങൾക്കുള്ളതിനെയും ഞങ്ങൾക്കുള്ളവരെയും അനുഗ്രഹിച്ചാട്ട്. ഞങ്ങളുടെ ദൂരസ്ഥരെ സമീപസ്ഥരെ ഒന്നുപോലെ ഏൽപ്പിക്കുന്നു. ഞങ്ങളായിരിക്കുന്ന ദേശം, ഞങ്ങൾ പാർക്കുന്ന ഭവനം എല്ലാം സമർപ്പിക്കുന്നു കർത്താവെ. സ്വർഗീയ ദൂതന്മാരാൽ ഞങ്ങളെ രാത്രികാലം കാവൽ ചെയ്യണം. പ്രത്യേകിച്ച് ഞങ്ങളുടെ രോഗികളായി ഭാരപ്പെടുന്ന ഓരോ മക്കളെയും സമർപ്പിക്കുന്നു കർത്താവെ. ഞങ്ങളുടെ രോഗികൾക്ക് സൗഖ്യം അയക്കണമേ. ആശുപത്രി മുറികളിലും ഐസിയുലും സിസിയിലും വെന്റിലേറ്ററിലും കിടക്കുന്ന എല്ലാ മക്കളെയും സമർപ്പിക്കുന്നു കർത്താവെ. കരുണ തോന്നണം, മനസ്സളിയണം, അത്ഭുതം ചെയ്യണം, അധികാലത്തുണരണം, കർത്താവിനെ മഹത്വപ്പെടുത്തണം. അതിനായി ഞങ്ങളെ ഒരുക്കണം. പ്രാർത്ഥനയെ കേട്ട് ദൈവത്തിന് സ്തോത്രം. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ. സ്തോത്രം, സ്തോത്രം.